ലൈവിലിരുന്ന ഷാനവാസും അനീഷും കൂടി അവർക്ക് കിട്ടിയ എമൗണ്ട് ഒക്കെ വെച്ച് ഇങ്ങനെ കൂട്ടിയും കഴിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ അനീഷിന് ഒരിത്തിരി വിഷമമുണ്ട്. കാരണം 1 മിനിറ്റ് കൊണ്ട് അത്രയും രൂപ കയ്യിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഒരിത്തിരി റിഗ്രറ്റ് ഫീൽ ചെയ്യും. കാരണം ഇറങ്ങി പെട്ടെന്ന് പോയി ഓടി തിരിച്ചു വരേണ്ട ഒരു കേസ് ഉണ്ടായിരുന്നുള്ളൂ. അത് 10 സെക്കൻഡ് വ്യത്യാസത്തിലാണ് അത്രയും പൈസ അവർക്ക് കിട്ടിയത്. അപ്പൊ അനീഷിന് അത് ഇത്തിരി ഒരു ഗിൽറ്റ് ഫീൽ ഉണ്ട് എണീറ്റ് നിൽക്കാത്തതില്ല. അപ്പൊ ഷാനവാസ് അവിടെ അടുത്ത് പോയിരുന്ന് അനീഷിനെ സമാധാനിപ്പിക്കുന്നുണ്ട്, ആശ്വസിപ്പിക്കുന്നുണ്ട്. അത് പല കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ആശ്വസിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള 14,000 13,000 രൂപയും വെച്ചിട്ട് നമുക്ക് ഒരു പടം പിടിക്കാം എന്ന് പറയുന്നുണ്ട്. പടം പിടിക്കാം, നമുക്കൊരു ഫോട്ടോ എടുക്കാം എന്ന് പറയുന്നുണ്ട്. ഷാനവാസ് അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ കോമഡി അടിച്ച് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അനീഷിന്റെ അടുത്ത് തന്നെ. എന്നിട്ട് ഇങ്ങനെ അനീഷ് എന്തോ ഫ്രൂട്ട് കഴിക്കുന്ന സമയത്ത്, ആപ്പിളോ എന്തോ കഴിക്കുന്ന സമയത്ത്, അനുമോള് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് കൂടിയാലും ഉപ്പ് കൂടിയെന്ന് നീ പറയത്തില്ല, അതെന്താണ് അങ്ങനെ എന്നൊക്കെ അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറയും. അനീഷ് പറയുന്നുണ്ട്, തലക്കിട്ടൊരു കൊട്ട് കൊടുക്കുന്നുണ്ട്. ഇതായിരുന്നു പ്രശ്നം, ഇതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞ് കൊട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഷാനവാസും അനീഷും കൂടെ അവിടെ ഇരുന്ന് ചിരിയോട് ചിരിയാണ് കേട്ടോ. ആ യെല്ലോ സോഫയിൽ ഇരുന്ന് രണ്ടുപേരുടെയും സ്ഥിര സ്പോട്ടാണല്ലോ, അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിച്ചു കളിച്ചിരിക്കുകയാണ്. അപ്പൊ ഷാനവാസ് ഒരു കാര്യം നോട്ടീസ് ചെയ്ത് അനീഷിനെ വിളിച്ച് കാണിക്കുന്നുണ്ട്. നെവിനെ കണ്ടില്ലേ, നെവിൻ കിടന്ന് മേക്കപ്പ് ചെയ്യുന്നു. അപ്പൊ മേക്കപ്പ് ചെയ്യുന്നതൊക്കെ പില്ലോയിലോട്ട് പോകത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അതിന് കടന്നിരുന്ന് ചിരിക്കുന്നു. പിന്നെ അത് നോക്കിക്കൊണ്ട് കടന്ന് അനുമോളെ കണ്ടിരുന്ന് ചിരിക്കുന്നു. അനുമോൾ ഈ 1,40,000 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമെന്ന് ആലോചിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് അതിനിരുന്ന് ചിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരെയും നോക്കിയതും ചിരിയോട് ചിരിയാണ്. ഷാനവാസിന് എന്തോ പറ്റിയെന്നാണ് അനീഷ് ഓർത്തോണ്ടിരിക്കുന്നത് കേട്ടോ. ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഷാനവാസ് കൈവിട്ട് പോയി ബിഗ് ബോസ്, ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കി തരട്ടെ ഷാനവാസെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആകെ ഫുള്ള് രണ്ടുപേരും കൂടെ ജോളി അടിച്ചിരിക്കുകയാണ്. നെവിന്റെ കേസ് എന്താണെന്ന് വെച്ചാൽ നെവിന് ഈ ഒരു ടാസ്കിൽ പങ്കെടുക്കാനായിട്ട് പറ്റിയില്ല. നെവിൻ എണീറ്റ് നിന്നതും ബിഗ് ബോസ് പറഞ്ഞു നെവിന് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിന്റെ ഒരു വിഷമം നെവിനുണ്ട്. അതുകൊണ്ട് ആ ഒരു വിഷമത്തിൽ നെവിൻ ആ ബെഡ്റൂമിൽ കിടക്കുന്നതാണ്. അനുമോള് നെവിനെ കണ്ട് പിന്നെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ ആകെ ഫുൾ ലൈവിനകത്ത് കോമഡിയാണ് കേട്ടോ. അക്ബറും പിന്നെ സാബുമാനും ഒക്കെ ആ ഒരു ബീം ബാഗ് ഇരിക്കുകയാണ്. സാബുമാൻ പറയുന്നുണ്ട് നെവിൻ ആകെ ഡൗൺ ആയിട്ട് കിടക്കുക എന്ന് സാബുമാൻ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ലൈവിനകത്ത് നടക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.